മാമ്പുള്ളിക്കാവ് പൂരം കാണാൻ പോയാലോ? രാമൻ്റെ വരവോടെയാണ് പൂരം തുടങ്ങുന്നത്. അതെ, ഇപ്രാവശ്യം മാമ്പുള്ളിക്കാവ് പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. ഇതല്ല കേട്ടോ, ഇത് വേറൊരു ആനയാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വിജയ് അക്ഷയ് അങ്ങനെ എന്തോ ആയിരുന്നു പേര്, കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പം അതിനെ ഞങ്ങളുടെ മാമൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലായിരുന്നു. പറയാൻ പറഞ്ഞു, മാമ്പുള്ളിക്കാവ് പൂരം നടക്കുന്നത് ഞങ്ങളുടെ മാമൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ, ഏങ്ങണ്ടിയൂർ. അപ്പോൾ ഞങ്ങൾ വന്ന അതേ നേരത്തെ തന്നെയാണ് രാമൻ്റെയും എഴുന്നള്ളത്തുണ്ടായിരുന്നത്. അപ്പോൾ അതാദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ നേരത്തെ ഇങ്ങനെ പട്ട ചവച്ചുകൊണ്ടിരിക്കുന്ന അന്നം കണ്ടില്ലേ, അതായിരുന്നു അത്. ആൾ മേക്കപ്പ് ഇട്ട് വന്നപ്പോൾ മനസ്സിലായില്ല അല്ലേ? അതെ. പിന്നെ പൂരത്തിന് ഇപ്പോൾ സ്ഥിരം കണ്ടുവരുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗൊറില്ല, ആന, പോളാർ ബെയർ, കരടി, എന്തൊക്കെയോ സാധനങ്ങൾ. കിന്നരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കിന്നരി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു വികാരമാണ് തൃശ്ശൂർക്കാർക്ക്, പ്രത്യേകിച്ച് ശിങ്കാരിമേളം, പാണ്ടിമേളം, നാസിക് ധോള്, അതുപോലെ തന്നെ തമ്പോലം എന്നുവേണ്ട പലതരം വാദ്യോപകരണങ്ങൾ. പിന്നെ ആനയെക്കുറിച്ച് പറയാനുണ്ടോ? എൻ്റെ വീക്ക്നെസ്സാണ് കേട്ടോ ആന. എനിക്ക് പൂരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊരു വികാരം തന്നെയാണ്. പൂരം ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോളം ഹരമുള്ളത് എനിക്ക് വേറൊന്നുമില്ല. പറ്റുന്ന പൂരങ്ങളൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂർക്കാർക്ക് ഒത്തിരി പൂരങ്ങളുമുണ്ട്. മാമ്പുള്ളിക്കാവ് പൂരം, ആയിരങ്കണ്ണി പൂരം. ഇനി ആയിരങ്കണ്ണി പൂരത്തിന് പോകുമ്പോൾ ആ വിശേഷം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എത്ര അധികം മനുഷ്യരല്ലേ ഓരോ രീതിയിൽ പൂരം ആഘോഷിക്കുന്നവർ. ഞങ്ങൾ കണ്ടത് ടീം മാമ്പുള്ളി, തൃക്കാർത്തിക, പിന്നെ ഇളയാൽ, മതേതര, ഈ 4 സെറ്റിൻ്റെ പൂരമാണ്. കൂട്ടിയെഴുന്നള്ളിപ്പ് കാണാനായിട്ട് ഞാൻ അമ്പലത്തിലോട്ട് പോയില്ല. പകരം ഇവിടെ നിന്ന് ഇത്രയും എഴുന്നള്ളിപ്പുകൾ കണ്ടു. വളരെ ഹാപ്പിയായി. തെയ്യവും അതുപോലെ തന്നെ ഒരുപാട് കലാപ്രകടനങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരല്ലേ ഇതൊക്കെ കാണാൻ പറ്റിയതിൽ. ശരിക്കും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നമ്മൾ സത്യമായിട്ടും ഭാഗ്യവാന്മാർ തന്നെയാണ് കേട്ടോ. എത്ര കലാരൂപങ്ങൾ, എത്ര ആഘോഷങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാനും അതേപോലെ ആസ്വദിക്കാനും പറ്റുന്നത്. നല്ലൊരു ദിവസമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ നല്ല ദിവസം സമ്മാനിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു വീഡിയോ രാമചന്ദ്രൻ്റെ ക്ലിപ്പോട് കൂടെ തന്നെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ബൈ.